നമസ്കാരം. IPL 2026 തുടങ്ങുന്നതിന് മുമ്പായി പരിശീലന മത്സരത്തിൽ മികച്ച കളിയാണ് KKR കാഴ്ചവെച്ചത്. IPL സീസണ് മുന്നോടിയായുള്ള ഇൻട്രാ സ്ക്വാഡ് മാച്ചിലാണ് KKR ബാറ്റിംഗ് കരുത്ത് പുറത്തെടുത്തിരിക്കുന്നത്. KKR സ്ക്വാഡിലുള്ളവർ രണ്ട് ടീമുകളായി തിരിഞ്ഞ് കൊമ്പുകോർത്ത മാച്ചിലാണ് ഇന്ത്യൻ യുവതാരം അംഗ്രിഷ് രഘുവംശി ഇടിവെട്ട് സെഞ്ചുറി അടിച്ചത്. കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യൻ ബോളർമാരിൽ ഏറെ തല്ലുവാങ്ങിയ സ്പിന്നർ വരുൺ ചക്രവർത്തി ഈ മത്സരത്തിലും മികച്ച ബോളിംഗ് പുറത്തെടുക്കാനായില്ല. ഒരുപാട് റൺസ് വാങ്ങേണ്ടി വന്നു വരുൺ ചക്രവർത്തിക്ക്. ഗോൾഡൻ നൈറ്റ്സ്, പർപ്പിൾ നൈറ്റ്സ് എന്നിങ്ങനെ രണ്ടു സംഘങ്ങളായി തിരിഞ്ഞാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കഴിഞ്ഞ ദിവസം പരിശീലന മാച്ച് സംഘടിപ്പിച്ചത്. ഗോൾഡൻ നൈറ്റ്സിനെ ഇന്ത്യൻ വംശജനായ ന്യൂസിലൻഡ് ഓൾറൗണ്ടർ രജിൻ രവീന്ദ്രയാണ് നയിച്ചത്. പർപ്പിൾ നൈറ്റ്സിനെ നിലവിലെ ക്യാപ്റ്റൻ കൂടിയായ അദിൻ രഹാനെ നയിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഗോൾഡൻ നൈറ്റ്സ് 20 ഓവറിൽ 8 വിക്കറ്റിന് 199 റൺസ് എടുത്തു. ന്യൂസിലൻഡിന്റെ വെടിക്കെട്ട് ഓപ്പണർ ടിം സെയിംഫോർട്ട് വെറും 24 ബോളിൽ 46 റൺസ് എടുത്ത് മടങ്ങി. ടീമിന്റെ ടോപ്പ് സ്കോററും അദ്ദേഹം തന്നെയായിരുന്നു. ബാക്കിയുള്ളവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ റിങ്കു സിംഗ് 25 ബോളിൽ 40 റൺസ് എടുത്തു. 3 4ഉം 2 6ഉം അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ്. രജിൻ രവീന്ദ്ര 4 ബോളിൽ 4 റൺസ് എടുത്ത് ഔട്ടായി. പർപ്പിൾ നൈറ്റ്സിനെ വരുൺ ചക്രവർത്തി 3 ഓവറിൽ 12.33 എന്ന ശരാശരിയിൽ 37 റൺസ് വഴങ്ങി. അത് കൊൽക്കത്തയെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു സംഗതിയാണ്. അവരുടെ ഏറ്റവും മികച്ച സ്പിന്നറാണ് വരുൺ ചക്രവർത്തി. അദ്ദേഹം 3 ഓവറിൽ 37 റൺസാണ് വഴങ്ങിയിരിക്കുന്നത്. ബോളർമാരിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് യുവ പേസർ കാർത്തിക് ത്യാഗിയാണ്. 4 ഓവറിൽ 30 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. 3 വിക്കറ്റും അദ്ദേഹം നേടി. 7.5 എന്ന മികച്ച എക്കണോമി റേറ്റിലാണ് അദ്ദേഹം പന്തെറിഞ്ഞത്. പേസർ വൈഭവ് അറോറയും ബോളർമാർ ഭേദപ്പെട്ട പ്രകടനം നടത്തി 2 വിക്കറ്റ് അദ്ദേഹം സ്വന്തമാക്കി. തുടർന്ന് ബാറ്റ് ചെയ്ത പർപ്പിൾ നൈറ്റ്സ് 4 ബോൾ ശേഷിക്കെ വെറും 4 വിക്കറ്റിൽ കളി ജയിക്കുകയായിരുന്നു. അപരാജിത സെഞ്ചുറിയുമായി ടീമിൻ്റെ ടോപ്പ് സ്കോററായത് അംഗ്രിഷ് രഘുവംശിയാണ്. വെറും 55 ബോളിൽ രഘുവംശി 103 റൺസാണ് അടിച്ചെടുത്തത്. 9 4ഉം 5 6ഉം അടങ്ങിയതായിരുന്നു രഘുവംശിയുടെ ഇന്നിങ്സ്. രഹാനെ വൻ ഫ്ലോപ്പായി. ഓപ്പണറായി കളിച്ച അദ്ദേഹത്തിന് 4 ബോളിൽ 2 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ന്യൂസിലൻഡിന്റെ ബാറ്റിംഗ് വെടിക്കെട്ട് താരം ഫിൻ അലൻ 11 പന്തിൽ 23 റൺസ് എടുത്ത് ഔട്ടായി. അനുകുൽ റോയ് 17 പന്തിൽ 28 റൺസും രമൺദീപ് സിംഗ് 18 ബോളിൽ 20 റൺസും എടുത്ത് പുറത്തായി. മനീഷ് പാണ്ഡയ്ക്ക് 11 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഈ മത്സരത്തിൽ അംഗ്രിഷ് രഘുവംശിയാണ് മികച്ച കളി കാഴ്ചവെച്ചത്. ബോളർമാരെക്കാൾ ബാറ്റർമാരാണ് പരിശീലന മത്സരത്തിൽ തിളങ്ങിയത്. ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.